എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് തുലാം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം 14 നടന്ന വ്യാഴമാറ്റം ഏകദേശം ഒരു വർഷക്കാലഘട്ടം വരെയും തുലാം രാശിക്കാർക്ക് എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. തുലാം രാശിയിലെ 2 നക്ഷത്രം ചിത്തിര അരഭാഗം, ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയതാണ്. തുലാം രാശിക്കാർക്ക് 2025 മെയ് മാസം 14 മുതൽ വ്യാഴം അഷ്ടമരാശി വിട്ട് 9ാമത്തെ രാശിയിലാണ് അപ്രോക്സിമേറ്റ് ഒരു 1 ഇയർ, ഒരു വർഷം വരെയും സഞ്ചരിക്കുന്നത്. അതായത് 9ാം ഭാവത്തിൽ, ഭാഗ്യഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വളരെ ഈശ്വരാധീനമുള്ളൊരു കാലഘട്ടമാണ്. വ്യക്തിപരമായ പുരോഗതികളൊക്കെ തന്നെയും ഉണ്ടാവും. സാമ്പത്തികമായും തൊഴിൽപരമായ പുരോഗതിയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. വിവാഹത്തിന് വളരെ അനുകൂലമായ കാലഘട്ടമാണ്. കടബാധ്യതകളൊക്കെയും തീർക്കാനായിട്ട് കഴിയും. ക്യാഷ് ഫ്ലോ ഉണ്ടാവും. കഴിഞ്ഞ വർഷം അനുഭവിച്ചിരുന്ന മാനസികവും സാമ്പത്തികവും വ്യക്തിപരവുമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ചെയ്യും. വീട് വയ്ക്കാനും ബിസിനസ് ആരംഭിക്കുന്നതിനും നിലവിലെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഒക്കെ തന്നെയും വളരെ അനുകൂലമാണ്. തൊഴിൽ പുരോഗതിയും പുതിയ അവസരങ്ങളും ഉണ്ടാവും. ഉന്നത വിദ്യാഭ്യാസത്തിനും റിസർച്ച് സ്റ്റഡീസിനും അനുകൂലമാണ്. പൊതുവിൽ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു സമയമാണ്. പഠനത്തിന് ആവശ്യമായ മികച്ച സാഹചര്യങ്ങളും അധ്യാപകരുടെ പിന്തുണയും ലഭിക്കും. ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും എന്നുള്ളത് തന്നെയാണ്. അച്ഛന് ഉയർച്ച ഉണ്ടാവുന്ന സമയമാണ്. തൊഴിൽ പുരോഗതിയും അംഗീകാരങ്ങളൊക്കെയും തന്നെയും അച്ഛന് ലഭിക്കും. കാരണം പിതൃഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ബിസിനസ്, ബ്യൂട്ടി ക്ലിനിക്ക് നടത്തുന്ന ആൾക്കാർ, ടെക്സ്റ്റൈൽ ബിസിനസ്, ട്രാവൽ വ്ളോഗേഴ്സ്, രാഷ്ട്രീയ പ്രവർത്തകർ, മാർക്കറ്റിംഗ്, PR, ജേർണലിസം, യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകുന്നതായ ഒരു സമയമാണെന്ന് പറയാം. 5ാം ഭാവാധിപതിയായ ഗ്രഹം 6ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ശനി 5, 6 ഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചില മാനസിക പീഡകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ വീക്ഷണം കൊണ്ട് അതൊക്കെ നമുക്ക് ഒരു പരിഹാര യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാനേജ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. യുക്തിയും ആത്മവിശ്വാസവും ഉപയോഗിച്ച് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിട്ട് അതിനെ പറയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പ്രൊമോഷനും സാലറി റിവിഷനും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടാകും. നേതൃത്വം വഹിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും ഒക്കെ തന്നെയും വർദ്ധിക്കുകയും ചെയ്യും. ഉദര രോഗങ്ങളുള്ള വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 3ാം ഭാവാധിപതി 3ാം ഭാവത്തെ തന്നെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടും. വ്യക്തിപരമായ ആശയങ്ങളും ആത്മവിശ്വാസമുള്ള സംഭാഷണ ശൈലിയും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കും മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെയും അനുകൂലം തന്നെയാണ് ഈ സമയം. സാമ്പത്തിക സ്ഥിരതയും പുരോഗതിയും ഉണ്ടാവും. പുതിയ നിക്ഷേപങ്ങൾക്കൊക്കെ തന്നെയും ഈ സമയം വളരെ അനുകൂലമാണ്. വീട് പുതുക്കി പണിയാൻ ഇടയുണ്ട്. നിലവിൽ വീട് ഉള്ള വ്യക്തികൾക്കും നിക്ഷേപം എന്ന രീതിയിൽ ഒരു പുതിയ വീടോ അല്ലെങ്കിൽ ഷോപ്പോ ഒക്കെ പണിയാനായിട്ടും ഈ കാലഘട്ടം അനുകൂലമാണെന്ന് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. വിദ്യാഭ്യാസ ലോൺ, ഹൗസിംഗ് ലോൺ, പ്രോപ്പർട്ടി അഗൻസ്റ്റ് ലോൺ ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്കും ലോൺ കിട്ടും. ബുദ്ധിപൂർവമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ സ്ഥിരതയും ദീർഘകാല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. തുലാം രാശിക്കാർക്ക് ഒരു ആത്മീയ ചായ്വുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടാണ്? ഹോരയിൽ തന്നെ പറയുന്നത് ദേവബ്രാഹ്മണ സാധുപൂജനരഥ എന്നാണ് തുലാം രാശിയെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ ചായ്വ് അവർക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റും. തീർത്ഥാടന യാത്രകളൊക്കെയും ചെയ്യും ഈ കാലഘട്ടത്തിൽ. ജീവിതത്തിൽ പുതിയ നല്ല അനുഭവങ്ങളും ആത്മീയമായും ഭൗതികമായും ഉണ്ടാകുന്നത് ഒരു സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽ പുരോഗതിയും ഉണ്ടാകുന്ന, തൊഴിൽ മേഖലയും ധാരാളം പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റും. നിലവിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഠിക്കണം. ഒരു ഡിഗ്രി ലെവലൊക്കെ വെച്ചിട്ട് ജോലി കിട്ടി, ജോലിയിൽ കണ്ടിന്യൂ, ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരും നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങളുടെ പുരോഗതിക്ക് ഒരുപാട് ഗുണം ചെയ്യും. മാത്രമല്ല ഇനിയുള്ള ഒരു 3 വർഷക്കാലഘട്ടം വ്യാഴ അനുകൂലം തന്നെയാണ്.
തുലാം രാശിക്കാർക്ക്. 9ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു. അടുത്ത വർഷം പകുതിയോടുകൂടി 10ാം ഭാവത്തിലും തൊട്ടടുത്ത വർഷം 11ാം ഭാവത്തിലും ഒക്കെ. അപ്പോൾ അടുത്ത 3 വർഷങ്ങൾ വ്യാഴം വളരെ നല്ലതായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പുരോഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് തൊഴിൽപരമായിട്ടൊക്കെ ഒരുപാട് പുരോഗതിയിലോട്ട് എത്തിപ്പെടും എന്നുള്ളതാണ്. വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് റിസർച്ച് സ്റ്റഡീസിനൊക്കെ ഈ കാലഘട്ടം എന്തുകൊണ്ട് അനുകൂലമാണ്. IELTSഉം OET ഒക്കെ എഴുതുന്ന വ്യക്തികളാണെങ്കിൽ ഈ സമയം അനുകൂലമാണ്. വിവാഹത്തിന് അനുകൂലം തന്നെയാണ്. അത് IELTSനും OETക്കും പ്രത്യേകിച്ച് ഡേറ്റ് എടുക്കാനായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടൈമൊന്നും പറയേണ്ട കാര്യമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കുന്നത് ഡേറ്റ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. വിവാഹത്തിനൊക്കെ അനുകൂലമാണ് ഈ സമയം. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. സൽസന്താന യോഗം ഉണ്ടാവും. ദീർഘനാളായി സന്താനങ്ങൾ ഇല്ലാതിരുന്ന വ്യക്തികൾക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ സന്താന സിദ്ധി ഉണ്ടാവും. ആൻസൈറ്റിയും ഓവർ എക്സ്പെക്റ്റേഷൻസും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി ആത്മപരിശോധനയിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുകയും വേണം എന്നുള്ളതാണ്. അധ്യാപകരിൽ നിന്നോ ഉന്നത സ്ഥാനീയരിൽ നിന്നോ ബഹുമതികളും അംഗീകാരങ്ങളും ലഭിക്കും. അല്ലെങ്കിൽ ഹയർ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ സമയത്ത് സാലറി റിവിഷനോ പ്രൊമോഷനോ ഒക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീട്ടിൽ പൂജയോ പ്രാർത്ഥനയോ ഒക്കെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആത്മീയതയും ശാന്തതയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. വിനയവും ബുദ്ധിപരമായ പ്രവൃത്തികളും ഉണ്ടാകാം. എങ്കിലും അലസതയും ക്ഷീണവും ഉത്സാഹക്കുറവും ഒപ്പം ഉണ്ടാവും ഈ സമയത്ത്. ഇതൊക്കെ പുരോഗതിയൊക്കെ പറയുവാണെങ്കിലും ആ പുരോഗതിക്ക് കോട്ടം വരുത്തുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അലസത, ക്ഷീണം, മടി, ഉത്സാഹക്കുറവ് ഇതൊന്നും ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തുലാം രാശിക്കാർക്ക് നല്ല സമയമാണ്. അത് ഫലപ്രദമായി കൃത്യതയോടെ പ്ലാനിങ്ങോടുകൂടി അലസത ഉണ്ടാകാതെ നോളജ് അപ്ഡേറ്റ് ചെയ്തും, ജോലിയുള്ളവരാണെങ്കിൽ ഒരു ജോബ് അപ്ഗ്രഡേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടും മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയം. അല്ലാതെ സമയം നല്ലതായതുകൊണ്ട് എല്ലാം ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഓടി വരുമൊന്നുമില്ല. നമ്മളത് തിരക്കി പോകണം. കുടുംബ ബിസിനസ് അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ വഴി കിട്ടിയ ലോ ഫേമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതായത് ഞാൻ ലോ ഫോമൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പൊതുവേ തുലാം രാശിക്കാർ ബിസിനസ്സിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ഒരു രാശിയാണ് തുലാം രാശി. ഒരു പക്ഷേ ലോയേഴ്സ് ആകാനും ഒരുപാട് സാധ്യത കൂടുതലാണ്. ധാരാളം അഡ്വക്കേറ്റ്സ് ഉണ്ടായിരിക്കും ഈ രാശിയിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ധാരാളം വ്യക്തികളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുടുംബപരമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള മേഖലകൾ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികൾ അവർ അതേ മാർഗങ്ങളിലൂടെ, അതിപ്പോൾ അച്ഛൻ അഡ്വക്കേറ്റ് ആണെങ്കിൽ മകനും മക്കളും അഡ്വക്കേറ്റ്സ് ആയിട്ട് പോകുന്ന ആൾക്കാർ, അവർക്ക് പണ്ട് മുതലേ ലോ ഫോമൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ഓഫീസിൽ തന്നെ ആയിരിക്കാം അവരും പ്രവർത്തിക്കുന്നത്. അത്തരത്തിലൊക്കെ ഉള്ള ബിസിനസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്ന വ്യക്തികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്നവർക്കൊക്കെ തന്നെയും വളരെ അനുകൂലമാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സാമ്പത്തിക വളർച്ചയും ഒരു ഗുഡ് വില്ലും നമുക്ക് ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബിസിനസ് വിപുലീകരിക്കാനും പുതിയ നിക്ഷേപങ്ങൾക്കും അനുകൂലം തന്നെയാണ്. PSC UPSC പരീക്ഷകൾക്കായി ശ്രമിക്കുന്നവർക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ്. നല്ല ഡ്രസ് സെൻസ് ഉണ്ടാവും ഈ സമയത്ത്. മനോഹരമായ സംസാര ശൈലി കൊണ്ടും അറിവ് കൊണ്ടും ചിന്താശേഷിയുടെ ഒരു ചിന്തയുടെ ഒരു ആഴം കൊണ്ടും എന്ന് പറയാം സമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് കഴിയുകയും ചെയ്യും. സ്പിരിച്വൽ ട്രെയിനേഴ്സിനും യോഗ ട്രെയിനേഴ്സ്, ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ് ഇവർക്കൊക്കെയും വളരെ അഡ്വക്കേറ്റ്സ് ഇവർക്കൊക്കെയും വളരെ അനുകൂലമായ കാലഘട്ടമായിട്ട് പറയാൻ കഴിയും. ഇതൊക്കെയാണ് തുലാം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം 14 നടന്ന വ്യാഴമാറ്റം, ഏകദേശം 1 വർഷ കാലഘട്ടം വരെയുള്ള കുറച്ച് ഫലം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.